ഹായ് നമസ്കാരം. നമ്മുടെ മമ്മൂക്കയുടെ ഒരു പുതിയ സിനിമ, നമുക്കറിയാം മമ്മൂക്ക ഒരു ചെറിയൊരു ഗസ്റ്റ് റോളായിട്ടാണ് വരുന്നത്. ക്യാമിയോ ആണ്, എക്സ്റ്റൻഡ് ക്യാമിയോ ആണ്. അദ്ദേഹം മുന്നേ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബ്ലാക്കിലെ കാരിക്കാമൊരു ഷൺമുഖനായിട്ട് അദ്ദേഹം ഏതാനും മിനിറ്റുകൾ 10-20-25ഓളം മിനിറ്റ് നിൽക്കുന്ന ഒരു സീനിൽ അദ്ദേഹം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് ക്ലിപ്സൊക്കെ പുറത്തു വിട്ടിരിക്കുകയാണ്. ഒരിക്കലും അത് ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ളതല്ല, പുറമേ നിന്ന് ആളുകൾ എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്സുകളാണ്. ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം അതേ ഗെറ്റപ്പിൽ അദ്ദേഹത്തിൻ്റെ ലുക്കൊക്കെ ഏറെക്കുറെ അതിനോട് സമാനമായ രീതിയിൽ പിടിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിന് മമ്മൂക്കയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം വയസ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 10-25 വർഷത്തോളം പഴക്കമുള്ള ഒരു സിനിമയാണ്. 23 വർഷങ്ങൾക്ക് മുന്നേ ഷൂട്ടിംഗ് നടന്ന് 22 വർഷം പഴക്കമുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. 2004 മറ്റാണ് ബ്ലാക്ക് എന്ന സിനിമ റിലീസിനെത്തുന്നത്. അപ്പോൾ 2004 തുടക്ക കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഏതായാലും ബ്ലാക്ക് എന്ന സിനിമയ്ക്ക് അക്കാലത്ത് വലിയ രീതിയിലുള്ളൊരു വിജയമൊന്നും നേടാൻ സാധിച്ചില്ല. പക്ഷേ അതൊരു വിജയ ചിത്രമായിരുന്നു, ഹിറ്റായിരുന്നു. പക്ഷേ ഒരു രാജമാണിക്യൻ ലെവലിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ ഗംഭീരമായിട്ട് റിപ്പോർട്ടുള്ള ആ സിനിമയ്ക്ക് ഉണ്ടായില്ല. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു കഥാപാത്രത്തിൻ്റെ ഒരു രൂപം തന്നെയായിരുന്നു ആ സിനിമയിൽ അദ്ദേഹത്തിന്. കാരിക്കാമൂർ ഷൺമുഖൻ എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയായിട്ട്, അല്ലെങ്കിൽ അധോലോക നായകന്മാരെ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തിയിരിക്കുന്ന ഒരു പോലീസായ ഒരു ഗുണ്ടയായിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ മാനസാന്തര കഥകളൊക്കെയായിരുന്നു സിനിമയിൽ പങ്കുവെച്ചത്. ഇപ്പോൾ ഇതാ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നോണം, അല്ലെങ്കിൽ രണ്ടാം ഭാഗം എന്ന് പറയാൻ പറ്റത്തില്ല. കാരിക്കാമൂർ ഷൺമുഖനെ പോലെ തന്നെ പുതിയ കാലഘട്ടത്തിലും കുറേ അധികം ഗുണ്ടകൾ വളർന്നപ്പോൾ കൊച്ചിയിലെ ആ ഒരു ഗുണ്ടാ സംഘങ്ങളെ മെരുക്കാനായിട്ടൊരു പോലീസ് ഓഫീസർ എത്തുകയാണ്. നമ്മുടെ ജോർജ് സാറാണ് അവിടെ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയൊരു പോലീസ് കഥാപാത്രമാണ്. ഇതിൽ നെഗറ്റീവ് ഷെയ്ഡല്ല, അദ്ദേഹം ഒരു നായക കഥാപാത്രമായിട്ടാണ് എത്തുന്നത്. അപ്പോൾ അവിടെ കാരിക്കാമൂർ ഷൺമുഖൻ എന്തോ റോളുണ്ട്. ആ റോൾ എന്താണെന്നൊക്കെ നമുക്കിനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം ഈ ഒരു സിനിമയിൽ കാരിക്കാമൂരി ഷൺമുഖൻ്റെ പ്രത്യേക റോൾ എന്താണെന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങിനുള്ള മുന്നുള്ള ചില രംഗങ്ങളും ഷൂട്ടിങ്ങിന് ശേഷമുള്ള ചില രംഗങ്ങളൊക്കെ അദ്ദേഹം നടന്നു വരുന്നൊക്കെ ആയിട്ടുള്ള ചില ഫോട്ടോസും വീഡിയോസും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ്. കാരിക്കാമൂർ ഷൺമുഖൻ വീണ്ടും എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു ഗരിമ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ആ വീഡിയോയും ഫോട്ടോസൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കഥാപാത്രത്തെ ബേസ് ചെയ്ത് ഇനിയും വേണമെങ്കിൽ ഒരു സിനിമയൊക്കെ ഒരുക്കാമെന്ന് തോന്നുകയാണ്. രഞ്ജിത്തിൻ്റെ സംവിധാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു സിനിമയും വരുന്നത്. തിരക്കഥ എഴുതുന്നത് ബി ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുക്കളാണ്. എന്തായാലും രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഹൃദയസ്ഥനായ സംവിധായകൻ്റെ കയ്യിലാണ് സിനിമ വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായൊരു സിനിമ തന്നെയായിരിക്കും. ഒരു പക്ഷേ ഇതൊരു പരീക്ഷണ ചിത്രമായിരിക്കാം. പുതിയ ചെറുപ്പക്കാരൊക്കെയാണ് സിനിമയിൽ കൂടുതലുള്ളത്. ഒപ്പം തന്നെ ജോർജ് സാറായിട്ട് പ്രകാശ് പുറമേയുമുണ്ട്. കാത്തിരുന്ന് കാണാം സിനിമയുടെ